ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ചട്പട്ട് ഓർ നട്ട്കട്ട് എന്ന കഹാനിയാണ്. ഇതെഴുതിയത് ആരാണ്? രമേശ് ഉപാധ്യായ് എന്ന സാഹിത്യകാരനാണ്. ചട്പട്ട് എന്ന വാക്കിന്റെ അർത്ഥം വേഗത എന്നാണ്. അതുപോലെ തന്നെ നട്ട്കട്ട് എന്ന വാക്കിന്റെ അർത്ഥം വികൃതി എന്നാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏക് താ ചട്പട്ട് ഏക് താ നട്ട്കട്ട്. ഒരാളുടെ പേര് ചട്പട്ട് എന്നായിരുന്നു, ഒരാളുടെ പേര് നട്ട്കട്ട് എന്നുമായിരുന്നു. ചട്പട്ട് ബഡാ ഥാ, നട്ട്കട്ട് ചോട്ടാ. ചട്പട്ട് മുതിർന്നയാളും അതുപോലെ തന്നെ നട്ട്കട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ ആളുമായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ, മുതിർന്നയാള് കേവലം 2 വയസ്സിനു മൂത്തതായിരുന്നു. ചോട്ടാ കേവൽ 2 സാൽ ചോട്ടാ, ഇളയവൻ കേവലം 2 വയസ്സിന് ഇളയതായിരുന്നു. ദോനോം സ്കൂൾ മേം പഠിത്തേ തെ, രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു. ചട്പട്ട് 5വീ മേം നട്ട്കട്ട് തീസരി മേം, ചട്പട്ട് പഠിച്ചിരുന്നത് 5ാം ക്ലാസ്സിലും നട്ട്കട്ട് പഠിച്ചിരുന്നത് 3ാം ക്ലാസ്സിലുമായിരുന്നു. ഘർ സെ ദോനോം ഭായി സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഔർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. വീട്ടിൽ നിന്നും 2 സഹോദരന്മാരും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. അതുപോലെ തന്നെ തിരികെ വന്നിരുന്നതും ഒരുമിച്ചായിരുന്നു. വേ ഏക് ഗാവ് മേം രഹ്തേ തെ, സ്കൂൾ ഉൻകെ ഗാവ് മേം നഹീം, ദൂർ ദൂസരെ ഗാവ് മേം ഥാ. വേ ഏക് ഗാവ് മേം രഹ്തേ തെ, അവർ ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹീം, അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഇല്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ് മേം ഥാ, അങ്ങ് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഉള്ള ആ സ്കൂളിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. അവരുടെ ഗ്രാമത്തില് സ്കൂൾ ഇല്ലായിരുന്നു. വഹാൻ തക് പൈദൽ ജാന പഠിതാ ഥാ ഓർ പൈദൽ ഹി വാപ്പസ് ആന പഠിതാ ഥാ. അവർ ആ സ്കൂളിൽ പോയി പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നടന്നായിരുന്നു അവർ പോയി പഠിക്കാൻ പോയതും അതുപോലെ തന്നെ തിരികെ വന്നതും നടന്നിട്ടായിരുന്നു. ജാത്തെ സമയ രാസ്തേ മേം ഉൻഹേം കൈ ചീസേ മിൽത്തി തി, പോകുന്ന വഴിയിൽ അവർ ഒരുപാട് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ കണ്ട കാഴ്ചകള്? പോഖർ, ബർഗത്, ഖേത്, ബാഗ്, നാല ഓർ നദി. എന്തൊക്കെയാ? പോഖർ, പോഖർ എന്നാൽ കുളം, ബർഗത് എന്നാൽ ആൽമരം, ഖേത്ത് എന്നാൽ വയൽ, ബാഗ് എന്നാൽ തോട്ടം, നാല എന്നാൽ അരുവി, നദി എന്നാൽ പുഴ. വാപ്പസ് ആനെ പർ ഫി രാസ്തേ മേം ഉൻഹേം കൈ ചീസേ മിൽത്തി തി, തിരികെ വരുമ്പോഴും അവർ ഒരുപാട് കാഴ്ചകൾ കണ്ടിരുന്നു. ഇതൊക്കെ തന്നെയാണ് നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗത്, പോഖർ, ഇതെല്ലാം അവർ കണ്ടിരുന്നു. ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ, ചട്പട്ട് എങ്ങനെയാണ് നടന്നിരുന്നത്? വേഗത്തിൽ നടന്നിരുന്നു. നട്ട്കട്ട് ആണെങ്കിലോ പതിയെ പതിയെ, നട്ട്കട്ട് ധീരെ ധീരെ. നട്ട്കട്ട് നടന്നിരുന്നത് വളരെ പതുക്കെയായിരുന്നു. ചട്പട്ട് ബർഗത് തക് പഹുഞ്ച് ജാത്താ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പഹുഞ്ചാ ഹോത്താ. നമ്മുടെ ചട്പട്ട് ആൽമരത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തുള്ളായിരുന്നു? ആ കുളത്തിന്റെ അടുത്തേ എത്തുള്ളായിരുന്നു. ചട്പട്ട് ബാഗ് തക് പഹുഞ്ച് ജാത്താ തബ് തക് നട്ട്കട്ട് കേത്ത് തക് ഹി പഹുഞ്ചാ ഹോത്താ. ചട്പട്ട് നമ്മുടെ തോട്ടത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തുള്ളായിരുന്നു? വയലിനടുത്തേ എത്തുള്ളായിരുന്നു. ചട്പട്ട് നദി തക് പഹുഞ്ച് ജാത്താ തബ് തക് നട്ട്കട്ട് നാലേ തക് ഹി പഹുഞ്ചാ ഹോത്താ. നമ്മുടെ ചട്പട്ട് നദിയുടെ അടുത്ത്, പുഴയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തുള്ളായിരുന്നു? നാലെ അരുവിയുടെ അടുത്തേ എത്തുള്ളായിരുന്നു. മാംഗി ഹിദായത് ഥി കി ചട്പട്ട് കോ ചോട്ടെ ഭായി കാ ധ്യാൻ രഖ്നാ ഹേ, നട്ട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖ്നാ ഹേ. അമ്മയ്ക്ക് നമ്മുടെ ചട്പട്ടിനോട് ഒരേ ഒരു ഹിദായത്ത്, ഇൻസ്ട്രക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? നമ്മുടെ ചട്പട്ടിനോട് പറയുകയാണ്, ചോട്ടെ ഭായി, നമ്മുടെ അവന്റെ കുഞ്ഞനുജനെ എന്ത് ചെയ്യണം? ധ്യാൻ രഖ്നാഹെ, നന്നായി ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? അവനെ കൂടെ കൂട്ടി, എപ്പോഴും അവനെ കൂടെ കൂട്ടണം. അവനെ നന്നായി ശ്രദ്ധിക്കുകയും വേണം, അവനെ ഒപ്പം കൂടെ കൂട്ടുകയും വേണമെന്ന് അമ്മ പറഞ്ഞു. ചട്പട്ടിനോട് നിർദ്ദേശം നൽകുന്നു. इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता.
അതുകൊണ്ട് തന്നെ നമ്മുടെ ചട്പട്ടിന് മുന്നോട്ട് നടക്കുമ്പോൾ എപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കണമായിരുന്നു അവന്റെ അനുജനെ. ഉൻഹേൻ നട്കട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹ്നാ പड़ता. ആ അവൻ നട്കട്ടിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എന്തിനാണ് വിളിക്കുന്നത്? ആ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. വിളിച്ച് വിളിച്ച് പറയുമായിരുന്നു. ബാർ ബാർ രുക്ക് കർ നട്കട്ട് കാ ഇന്തസാർ കർനാ പടുത്ത. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ കാത്തു നിൽക്കേണ്ടിയും വരുമായിരുന്നു. കഫി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകടുകർ അപ്നെ സാത്ത് ദൗഡാന ഫി പടുത്ത. അപ്പോ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് ലേറ്റ് ആവും സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വായിക്കാം. കഫി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകടുകർ അപ്നെ സാത്ത് ദൗഡാന ഫി പടുത്ത. അപ്പോ ഇങ്ങനെ ലേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ നട്കട്ടിന്റെ കൈയും പിടിച്ച് ഈ നമ്മുടെ ചട്പട്ട് അവനെ ഓടി അവന്റെ കൂടെ ഓടിപ്പോകേണ്ടി വരും. അവനെ ഓടിപ്പിക്കേണ്ടി വരും. അവനോടൊപ്പം അവനെ നല്ല രീതിയിൽ ഓടിപ്പിച്ച് കൊണ്ടുപോവേണ്ടി വരും. चटपट परेशान हो जाता और हर लौटकर माम से शिकायत करता. ചട്പട്ട് ആകെ വിഷമത്തിൽ ദുഃഖത്തോടെ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് അമ്മയോട് പരാതി പറയും. ശിക്കായത് കർത്ത, എന്താ പറയുന്നേ? മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹേ. അമ്മേ, ഇവൻ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, ഈ എന്റെ അനുജൻ. ചോട്ടാ ഹേന മാം മുസ്കുരാ ദേത്തി. അമ്മ ചിരിച്ചുകൊണ്ട് പറയും, അവൻ ചെറുതല്ലേ മോനെ എന്ന് ഈ ചട്പട്ടിനോട് അവന്റെ അമ്മ പറയും. എന്നിട്ട് എന്തു പറയും? ഓർ ബഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഹ്നാ ഹി പഡ്താ ഹേ. എന്താണ് പറയുന്നത്? നമ്മുടെ മുതിർന്നവർ എപ്പോഴും കുഞ്ഞനുജൻ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്ന് അമ്മ അവന് പറഞ്ഞു കൊടുക്കും. ചട്പട്ട് ചുഞ്ചിലാത്ത പർ കുച്ച് കഹന പാത്ത. ചട്പട്ടിന് നല്ല ദേഷ്യം വന്നു. പക്ഷേ അവൻ ഒന്നും മിണ്ടിയില്ല. ബഡാഥ, അവൻ വലിയ ആളായിരുന്നു. ചോട്ടാക്കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി താ. അപ്പോൾ ആ കുഞ്ഞനുജന്റെ ശ്രദ്ധ മുഴുവൻ വഹിക്കേണ്ടത് ആരായിരുന്നു? ഈ മൂത്ത ജ്യേഷ്ഠനായ അവൻ തന്നെയായിരുന്നു. അപ്പൊ അവൻ ഒരു ദേഷ്യവും കാണിക്കാൻ പാടില്ലായിരുന്നു. ലേകിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹേ. എന്നാലും അപ്പോ അവന് തോന്നിയിരുന്നു, എന്താണ്? ഈ നട്കട്ടിന് കുറെ അധികം വികൃതി ഇല്ലേ എന്ന്. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखने लगता है. അപ്പൊ പോകുന്ന വഴിയിൽ അവിടെയൊക്കെ നിന്നിട്ട് അവൻ എന്ത് ചെയ്യും? നമ്മുടെ കുളത്തിലുള്ള വെള്ളത്തിന് അകത്തുള്ള മീനിനെയും ഒപ്പം തന്നെ ആ പാനിയുടെ മുകളിലൂടെ പോകുന്ന നമ്മുടെ താറാവിനെയും എല്ലാം അവൻ നോക്കിക്കൊണ്ട് നിൽക്കും. ബർഗദ് കി ഊപ്പർ സേ നീച്ചെ ആത്തി ജഡേം പകടുകർ ചൂൽനെ ലഗതാ ഹേ. വീണ്ടും വേറൊരു കാര്യവും കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ്? ബർഗദ്, നമ്മുടെ ആൽമരത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന വേരുകളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആടിക്കളിക്കുമായിരുന്നു. ഖേത്തുമേം ഖുസ്കർ ഖാനേക്ക് കോയി ചീസ് ഖോജിനെ ലഗതാ ഹേ. അതുപോലെ തന്നെ വയലിൽ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തില് അവിടെയൊക്കെ നിൽക്കുമായിരുന്നു. ബാഗ് സേ ഗുസർനെ പർ ആം യാ അമരൂദ് തോടിനെ ലഗതാ ഹേ. അതുപോലെ തന്നെ തോട്ടത്തിൽ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ പേരക്കയും ഒക്കെ പൊട്ടിച്ചെടുക്കുമായിരുന്നു. നാലേക്കോ ഉദർ സേ ഇദർ ഓർ ഇദർ സേ ഉദർ ചലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ. അപ്പൊ എന്താ പറയുന്നത്? അവൻ വേറെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പുഴയുടെ തീരത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്നിങ്ങോട്ടും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ ഓടി ചാടി കളിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. നദിക്കെ പുൽക്കോ ജൽദി സേ പാർ കർണേക്കെ ബജായ് ഉസ്കി മുണ്ടേർ സേ ടിക്കർ നീച്ചെ ബഹതി നദി കോ നിഹാർനെ ലഗ്താ ഹേ. എന്താണ് പറയുന്നത്? അവൻ നദിക്കെ പുൽക്കോ ജൽദി സേ പാർ കർണേക്കെ, നമ്മുടെ നദിയുടെ പാലം കടക്കുന്നതിന് പകരം എന്നുള്ളതാണ് ബജായ്.
ബജായ് ഉസ്കി മുണ്ടേർ സേ ടിക്ക് കറാ. പാലത്തിന്റെ കൈവരിയിൽ ചാരി നിന്നിട്ട് എന്ത് ചെയ്യും? താഴെ ഒഴുകുന്ന നദിയെ നോക്കി നിൽക്കും. ഏക് ദിൻ തോ നട്കട്നെ ഹദ് ഹി കർദി. ഒരു ദിവസം അവന്റെ പരിധി ലംഘിച്ചു. ദോനോ ഭായി സ്കൂൾ സേ ലൗട്ട് രഹേ തേ. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്നും തിരികെ വരികയായിരുന്നു. നദി കാ പുൽ ആയാ തോ നട്കട്ട് പുൽ പർ ചഡ്നെ കെ ബജായ് നീച്ചെ ഉതർ ഗയാ. എന്താണ്? നദി കാ പുൽ ആയ, നദിയുടെ പാലത്തിനടുത്തെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? നട്കട്ട് പുൽ പർ ചഡ്നെ കെ ബജായ്. അവൻ പാലത്തിന്റെ എന്തിനാണ് പാലത്തിൽ കയറുന്നതിന് പകരം അവൻ എന്തു ചെയ്തു? അവൻ നേരെ ചെയ്തത് എന്താണ്? നീച്ചെ ഉതർഗയ, അവൻ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? നദിയുടെ കിനാരെ ഓർ നദി കിനാരെ ജാ പഹൂഞ്ച. അവൻ നമ്മുടെ താഴേക്ക് ഇറങ്ങിയിട്ട് നദിയുടെ തീരത്തേക്ക് വന്നു. ബസ്തേ മേം പഹലെ സെ ബനാകർ രഹി ഹുയി കാഗസ് കി ദോ നാവേം നികാലീം ഓർ ഏക്ക് ഏക്ക് കർക്കെ ബഹത്തെ പാനി മേം ചോട് ദി. മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന പേപ്പർ കൊണ്ടുള്ള വള്ളങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഓരോന്നോരോന്നായി വെള്ളത്തിലേക്ക് എടുത്തിട്ടു. നാവേം ബഹുചലീം, വള്ളം ഒഴുകിപ്പോവാൻ തുടങ്ങി. തോ നട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ. ഈ വള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവന്റെ കൈയടിക്കാൻ തുടങ്ങി നട്കട്ട്. ഉധർ പുൽ പർ പഹുഞ്ച് ചുക്കെ ചട്പട്നെ പീച്ചെ മുഡ്കർ ദേഖ. പാലത്തിലെത്തിയ ചട്പട്ട് എന്ത് ചെയ്തു? നട്കട്ട് എവിടെയെന്നും പറഞ്ഞു തിരിഞ്ഞു നോക്കി. തോ നട്കട്ട് നഹീം ദിഖ. അവൻ നട്കട്ടിനെ കണ്ടില്ല. ചട്പട്ട് ഖബരാ ഗയാ കി നട്കട്ട് കഹാൻ ഗയാ. പെട്ടെന്ന് തന്നെ ചട്പട്ടിന് ഭയം വരാൻ തുടങ്ങി. കാരണം എന്താണ്? നട്കട്ട് കഹാൻ ഗയാ, നട്കട്ട് എവിടെ പോയെന്ന് അവൻ അറിയില്ല. താലി ബജനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേഖ. കൈ കൊട്ടുന്ന സൗണ്ട് ആവാസ് കേട്ടിട്ട് അവൻ താഴേക്ക് നോക്കി. തോ നട്കട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിഖ. അപ്പൊ കണ്ടതെന്താണ്? നമ്മുടെ നട്കട്ട് ആ നദിയുടെ തീരത്ത് നിൽക്കുന്നതവൻ കണ്ടു. ചട്പട്ട് കോ ഉസ് പർ ബെടാ ഗുസ്സ ആയ. ചട്പട്ടിന് അവനിൽ ഭയങ്കര ദേഷ്യം വന്നു. സോർസെ ചില്ലാക്കർ ബോല. അവൻ ഉറച്ച് ശബ്ദത്തോടെ അലറിക്കൊണ്ട് അവനോട് പറയുകയാണ്, അരേ ചോട്ടെ തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ. എന്റെ അനിയ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? നട്കട്നെ ചൗങ്ക് കർ ഊപ്പർ ദേഖ ഓർ നദി കിനാരെ രഖ അപ്പന ബസ്ത ഉടാനെ കേലിയെ ചുക. പെട്ടെന്ന് തന്നെ ആശ്ചര്യത്തോടെ അവൻ മുകളിലേക്ക് നട്കട്ട് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നദിയുടെ തീരത്ത് വെച്ചിരുന്ന തന്റെ ബാഗ് എടുക്കാനായിട്ട് അവൻ കുനിഞ്ഞു. അചാനക് ഉസ്ക പാവ് ഫിസ്ലാ ഓർ വഹ് പാനിമേ ഗിർപ്പട. പെട്ടെന്ന് തന്നെ അവന്റെ കാല് വഴുതി അവൻ വെള്ളത്തിലേക്ക് ചെന്ന് വീണു. പാനി കാ ബഹാവ് തേസ്ത. പാനി കാ ബഹാവ് തേസ്ത. പാനിയുടെ ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്ക് വേഗത്തിലായിരുന്നു. ഓർ നട്കട്ട് കോ തൈർന നഹി മാത്താത്ത. നട്കട്ടിന് നീന്തൽ അറിയത്തില്ലായിരുന്നു. ചോട്ടാ സാഹി തോ ഥ. അവൻ വളരെ ചെറുതല്ലായിരുന്നു. ബഹുഗയ, അവൻ ഒഴുകാൻ തുടങ്ങി. ധൂപത്തെ ഉദരാത്തെ ദൂർ ജാനെ ലഗ. അങ്ങനെ മുങ്ങിയും പൊങ്ങിയും ദൂരത്തേക്ക് പോയി. ചട്പട്ട് കോ തൈർന ആത്താ ഥ. ചട്പട്ടിന് നന്നായി നീന്താൻ അറിയാമായിരുന്നു. ഉസ്നെ ചട്ട് അപ്നാ ബസ്ത പീഡ് സെ ഉതാർ കർ പുൽക്കി മുണ്ടേർ പർ രഖ ഓർ നദീമേം കൂത്പട. എന്ത് ചെയ്തു? അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ബാഗ് പുറത്തു നിന്നും ഊരിയെടുത്തിട്ട് പാലത്തിന്റെ കൈവരിക്ക് മുകളിലേക്ക് അത് വച്ചിട്ട് അവൻ എന്ത് ചെയ്തു? നദിയിലേക്ക് എടുത്ത് ചാടി. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. അതിനുശേഷം എന്ത് ചെയ്തു? थोड़ी दूर तैरने के बाद, കുറച്ചു ദൂരം നീന്തിയതിന് ശേഷം അവന് ആരെ കയ്യിൽ കിട്ടി? അവന്റെ നട്കട്ട് അനുജനെ കയ്യിൽ കിട്ടി. പകഡ്ലി, അവൻ പിടികൂടി. അതിനുശേഷം എന്ത് ചെയ്തു? അവനെ കൊണ്ടുവന്ന് നദിയുടെ തീരത്ത് കൊണ്ടുവന്നു
കൊണ്ടുവന്നിരുത്തി. चटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. ചട്പട്ടിന് അവനോട് ഭയങ്കരമായ ദേഷ്യം വന്നു. പക്ഷേ അപ്പോൾ അവന് എന്ത് തോന്നി? അവനെ രണ്ടടി കൊടുക്കാനായിട്ട് മുഖത്ത് രണ്ടടി കൊടുക്കാനായിട്ട് തോന്നി. പക്ഷേ അവന്റെ പേടിയും ഭയവും പേടിയൊക്കെ കണ്ടപ്പോൾ, അവന്റെ ആ ഒരു ടെൻഷനും ഒക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ കുഞ്ഞ് അനുജനോട് അവന് വളരെ ഇഷ്ടമാണ് തോന്നിയത്. ഇഷ്ടം വന്നു അവന്. ഉസ്നെ नटखट का हाथ पकड़े पकड़े उसका बस्ता उड़ाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അപ്പോ എന്ത് ചെയ്തു? ചട്പട്ട് നട്കട്ടിന്റെ കയ്യും പിടിച്ച് അവന്റെ ബാഗും ഒക്കെ എടുത്ത് പാലത്തിലേക്ക് കയറിപ്പോകുന്ന കയറ്റം കയറാനായിട്ട് തുടങ്ങി. പുൽ പർ പഹുഞ്ചാ ഹി താ കി നട്കട്ട് അചാനക് ഗല ഫാട് കർ രോനെ ലഗ. ആ പാലത്തിൽ വന്ന് കയറിയപ്പോൾ എന്താ സംഭവിച്ചത്? നട്കട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തൊണ്ട അവന്റെ എങ്ങനെയാണ് അവൻ വിളിച്ചത്? അവന്റെ തൊണ്ട പൊട്ടുന്നത് പോലെ കരയാനായിട്ട് തുടങ്ങി. അചാനക് ചട്പട്ട് ने कहा अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो. എന്താണ് ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ചട്പട്ട് ചോദിക്കുകയാണ്. എന്താണ്? നീയാണെങ്കിൽ ഇപ്പോൾ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ നമ്മുടെ നട്കട്ട് എന്താ ഉത്തരം പറയുന്നേ? നട്കട്ടിനെ രോത്തെ രോത്തെ കഹ, കരഞ്ഞു കരഞ്ഞു അവൻ മറുപടി പറയുകയാണ്. തും ഘർ ജാക്കർ മാംസേ മേരി ശികായത് കരോഗെ. ചേട്ടാ, നീ വീട്ടിൽ ചെന്നിട്ട് എന്റെ പരാതി മുഴുവൻ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ? അമ്മയോട് പറഞ്ഞു കൊടുക്കില്ലേ ചേട്ടാ എന്ന് ഈ അനുജൻ ചേട്ടനോട് ചോദിക്കുകയാണ്. അപ്പോ ബാക്കി നമുക്ക് നോക്കാം. അഗർ ന കരും തോ ജോ കഹോ. അപ്പൊ ചേട്ടൻ ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ കൂടെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാകും? അപ്പോ അനുജൻ പറയുകയാണ്. അനുജൻ എന്ത് പറയും? തോ ജോ കഹോ, എന്റെ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. നട്കട്ട് കാ രോന ബന്ദ് ഹോ ഗയ. പെട്ടെന്ന് തന്നെ ഈ നട്കട്ടിന്റെ കരച്ചിലൊക്കെ അങ്ങ് നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹി മാത്ത. എനിക്ക് പേപ്പർ കൊണ്ടുള്ള തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാ ദോഗെ, നീ എനിക്കത് പഠിപ്പിച്ചു തരുമോ? ഹം ഉസ്മേ ക്യാ ഹേ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ നമ്മുടെ നട്കട്ട് എന്താ പറയുന്നത്? അതിനെന്താ? അതുപോലെ തന്നെ അപ്പോൾ നട്കട്ട് ഖുഷ് ഹോക്കർ പോലെ, അങ്ങനെ ഈ നട്കട്ട് ഭയങ്കര സന്തോഷവാനായി ചോദിക്കുകയാണ്. പർ മുझे തൈർന നഹി മാത്ത, എനിക്ക് നീന്താനും അറിയില്ല. തും സിഖാ ദോഗെ, ചേട്ടാ നീ എനിക്കത് പഠിപ്പിച്ചു തരുമോ? ഹം ഉസ്മേം ക്യാ ഹേ. ചേട്ടൻ മറുപടി എന്ത് പറഞ്ഞു? ഹം ഉസ്മേ, അതിനെന്താ? അപ്പോൾ ചട്പട്ടിനെ അപ്പൊ എന്ത് സംഭവിച്ചു? നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ. ചട്പട്ടിനെ മുസ്കുരാത്തെ ഹുയെ നട്കട്ട് കെ ശബ്ദോं की നകൽ की और दोनों ഭായി ഹസ് പടേ. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവന്റെ ഈ ചട്പട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നട്കട്ടിനെ നോക്കി എന്താ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് ആരും പറഞ്ഞത്? നട്കട്ടും തിരിച്ചു പറഞ്ഞത്. അപ്പൊ ഒരാൾ എങ്ങനെയാണോ ഒരാളടുത്ത് പറഞ്ഞത്, അതേ മറുപടി തന്നെ മറ്റൊരാളിൽ നിന്നും അവർക്ക് ലഭിച്ചു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അത് കേട്ടപ്പോൾ അങ്ങ് സന്തോഷം തോന്നി. അത്രേ ഉള്ളൂ. ലേക്കിൻ चटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया. उड़ाया तो एकदम चिंतित होकर बोला. അങ്ങനെ ലേഖിനി എന്നാൽ ചട്പട്ടിനെ നട്കട്ട് കാ ബസ്ത ഉസേ അതിന് ശേഷം എന്ത് ചെയ്തു? ചട്പട്ട് നട്കട്ടിന്റെ ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പുൽക്കി മുണ്ടേർ പർ സേ അപ്നാ ബസ്ത ഉടായ, അവന്റെ ബാഗ് ആ കൈവരിയിൽ നിന്നും എടുത്തു. എന്നിട്ട് അല്പനേരം ചിന്തിച്ചിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്?
അരേ ചോട്ടെ ഹം ദോനോങ്കെ കപ്പടെ ഫീഗ് ഗയേ ഹൈ. ആ എന്റെ അനുജ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. ഹമേം ഫീഗേ കപ്പടോം മേം ദേക്ക് മാം പൂച്ചേങ്കി തോ ക്യാ കഹേങ്കെ. നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രം കണ്ടിട്ട് അമ്മ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും? ഹാംബടെ, ശരിയാണ് എന്റെ ചേട്ടാ. നട്കട്നെ ഏക്ക് പൽ സോച്ചാ ഓർ ബോല. അതിനുശേഷം നട്കട്ട് കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തെ ഹൈം. നമുക്ക് ഓടാം, വരൂ നമുക്ക് ഓടാം എന്ന് പറയും. കപ്പടെ അപ്നെ ആപ് സൂക്ക് ജായെങ്കെ. ഈ വസ്ത്രങ്ങൾ തനിയെ ഉണങ്ങിക്കോളും. ഹാം യഹ് ടീക്ക് ഹേ. അത് കൊള്ളാം. ചട്പട്നെ അപ്ന ബസ്ത പീഡ് പർ ടാങ്തേ ഹുയേ കഹ. അവൻ ചട്പട്ട് അവന്റെ ബാഗ് എടുത്ത് അവന്റെ പുറത്തിട്ടിട്ട് പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3. दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ പകടെ സാത്ത് സാത്ത്. അങ്ങനെ എന്ത് ചെയ്തു? നട്കട്ട് അപ്പന ബസ്ത പീഡ് പർ ടാങ്കിലിയ. നട്കട്ട് അവന്റെ ബാഗ് എടുത്ത് അവന്റെ പുറത്ത് തൂക്കിയിട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? ചട്പട്ടിന്റെ ചട്പട്ട് എവിടെയാണോ നിൽക്കുന്നത് അവന്റെ അടുത്ത് തന്നെ അവൻ എന്ത് ചെയ്തു? നിന്നിട്ട് എന്ത് ചെയ്തു? ഓടാൻ വേണ്ടി ിട്ടുള്ള തയ്യാറായി. അപ്പോൾ നമ്മൾ എണ്ണില്ലേ 1 2 3, അതുപോലെ തന്നെ അവരും എണ്ണാൻ തുടങ്ങി. അതിനുശേഷം രണ്ടുപേരും ഓടാനും തുടങ്ങി. പക്ഷെ എങ്ങനെയാണ് അവർ ഓടിയത്? ആകെ പീച്ചെ നഹീം, മുൻപിലും പിറകിലുമല്ല. അവർ ഏക്ക് ദൂസരേക്ക ഹാത്ത് പകടെ സാത്ത് സാത്ത്. രണ്ടുപേരും അവരവരുടെ കൈകൾ ഒരുമിച്ച് പിടിച്ചാണ് അവര് ഓട്ടം തുടങ്ങിയത്. അങ്ങനെയാണ് അവര് ഓടിയത്. സർദിയോം അഫി ശുരു നഹീം ഹുയിതി. അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ തണുപ്പുള്ള സമയമല്ല. സർദിയും തണുപ്പ്. സർദിയോം അഫി ശുരു നഹീം ഹുയി. തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല. മൗസം സാഫ്ത, കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ചട്കീലി ധൂപ് നികലി ഹുയിത്തി. നല്ല തിളക്കമുള്ള വെയില് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കിയുള്ള അന്തരീക്ഷം അത്ര നല്ല മനോഹരമായിരുന്നു. അന്തരീക്ഷത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദോനോം ഭായി മസേമേം ദൗഡ്തേ ചലേ ഗയേ. രണ്ട് സഹോദരന്മാരും ഭയങ്കര എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഓടി. നാലാ പാർക്കിയ. അവർ ഏതൊക്കെ സ്ഥലങ്ങൾ കടന്നുപോയെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. നാല പാർക്കിയ, പുഴ കടന്നുപോയി. ബാഗ് പാർക്കിയ, അതുപോലെ തന്നെ തോട്ടത്തെ കടന്നുപോയി. ഖേത്ത് പാർക്കിയ, ഖേത്ത് വയലും കടന്നുപോയി. ബർഗത് കോഫി പീച്ചെ ചോദ്യ, അതിനെയും പിന്നിലാക്കി, നമ്മുടെ ബർഗദിനെയും ആൽമരത്തിനെയും പിന്നിലാക്കിക്കൊണ്ടും അവർ പോയി. ലേക്കിൻ പോക്കർ തക് പഹുഞ്ചത്തെ ദോനും thक गए और रुक गए. പക്ഷേ എവിടെ എത്തിയപ്പോൾ? പോക്കറിന്റെ അടുത്ത് എത്തിയപ്പോൾ, കുളത്തിനടുത്ത് എത്തിയപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? നല്ല ക്ഷീണം വന്നു. അങ്ങനെ അവർ രുക്ക് ഗയേ, അങ്ങനെ അവിടെ നിന്നു. കപ്പടെ സൂക്ക് ഗയേ ചോട്ടെ ചട്പട്നെ ഹസ്തേ ഹുയേ ലേക്കിൻ ഖുശ് ഹോത്തെ ഹുയേ കഹ. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഉണങ്ങി. അപ്പോൾ അപ്പം നമ്മുടെ ചട്പട്ട് അവന്റെ അനുജനെ വിളിച്ചിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? കപ്പടേ സൂക്കേ, നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങി എന്റെ സഹോദരാന്ന് വിളിച്ചു പറയുകയാണ്. അതെങ്ങനെയാണ് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് ആണ് പറഞ്ഞത്. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് അവൻ പറഞ്ഞത്. ഹാം ബെഡേ വാക്കയി കപ്പടെ തോ സൂക്ക് ഗയേ നട്കട്നെ ഫി ഖുശ് ഹോക്കർ കഹ. എന്താണ് പറഞ്ഞത്? അപ്പോൾ എന്റെ ചേട്ടാ, നമ്മുടെ വസ്ത്രങ്ങൾ നന്നായി ഉണങ്ങി എന്ന് അവനും അനുജനും പറയുകയാണ്. തഭി നട്കട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്കിനി ഗിട്ടി ദിഖായി പടി.
അപ്പോഴാണ് നമ്മുടെ നട്കട്ടിന് ആ കുളത്തിന്റെ തീരത്ത് നിന്നും ഒരു മിനുസമുള്ള ഒരു കല്ല് കണ്ടു കിട്ടിയത്. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. എന്താണ് അപ്പോഴാണ് നമ്മുടെ നട്കട്ട് എന്ത് ചെയ്തു? ആ കല്ലിനെ പെട്ടെന്ന് പൊക്കി എടുത്തിട്ട് എന്ത് ചെയ്തു? അവൻ ചരിഞ്ഞു നിന്നിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ തെന്നിച്ച് തുള്ളി അങ്ങ് വളരെ ദൂരത്തേക്ക് പോകുന്ന രീതിയിൽ എറിഞ്ഞു. എറിഞ്ഞു. देखा देखी चटपट ने भी एक गिट्टी उड़ाकर फेंक दी. അപ്പോ ഇത് കണ്ട ചട്പട്ട് എന്ത് ചെയ്തു? ചട്പട്ടും അതുപോലെ ഒരു കല്ലെടുത്ത് തെന്നിച്ചെറിയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേം ഗുഡുപ് ഹോ ഗയി. പക്ഷെ അവൻ എറിഞ്ഞ കല്ല് എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയി. ബെഡേ തുംകോ ഗിട്ടി പൈരാന നഹി മാതാ. അപ്പോ നമ്മുടെ നട്കട്ട് ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ നിങ്ങൾക്ക് കല്ല് വെള്ളത്തിലൂടെ തെന്നിച്ചെറിയാൻ അറിയില്ലേ? ഹാം ചോട്ടെ തും സിക്കാ സക്തേ ഹോ. അതെ അനിയ, നിനക്കതെന്നെ പഠിപ്പിക്കാമോ? അപ്പോ നമ്മുടെ നട്കട്ട് അതിന് ഉത്തരം പറയുകയാണ്, ക്യോം നഹീം അഫീലോ. എന്തുകൊണ്ട് പറ്റില്ല? ദാ ഇപ്പോൾ പഠിപ്പിച്ചു തരാം. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और चटपट को दिखाते हुए बोला. പെട്ടെന്ന് എന്ത് ചെയ്തു? അവൻ ശ്രദ്ധയോടെ താഴെ നോക്കിയിട്ട് ഒരു കല്ലെടുത്തു. എന്നിട്ട് നമ്മുടെ ചട്പട്ടിനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗിട്ടി ഏസി ലോ ജോ ജ്യാദ ഭാരി ഓർ ഖുർദുരി നഹോ. എന്താണ് പറയുന്നത്? നമ്മൾ എപ്പോഴും എറിയാൻ എടുക്കുന്ന കല്ല് എങ്ങനെയൊക്കെ ആകരുതെന്നാണ് പറയുന്നത്. ഭാരമുള്ളതോ പരുപരുത്തതോ ആകരുത്. പകരം എങ്ങനെയുള്ളതാകണമെന്നാണ് അവൻ പറയുന്നത്. എങ്ങനെയുള്ളതാകണം? ഹൽക്കി ഓർ ചിക്കിനി ഹോ. എപ്പോഴും ഭാരം കുറഞ്ഞതും മിനുസമുള്ളതുമായിരിക്കണം. അങ്ങനെയുള്ള കല്ല് വേണം നമ്മൾ എടുക്കാൻ. ഓർ ഉസേ ഇസ് തരഹ് ഫേങ്കോ. അതിനെ നമ്മൾ ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ എറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നട്കട്ട്. ലേക്കിൻ എന്നാൽ അബ് തക് ചട്പട്ട് കാ ധ്യാൻ ബണ്ട് ചുകാ ഥാ. അപ്പോൾ നമ്മുടെ ചട്പട്ടിന്റെ ശ്രദ്ധ മാറിയിരുന്നു. അവൻ എങ്ങോട്ടോ അവന്റെ ശ്രദ്ധ മാറിയിരുന്നു. നമുക്ക് നോക്കാം. ബഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബെദക്കോം കോ ധ്യാൻ സേ ദേഖ് രഹാ ഥാ. ആ സമയം അവന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? ആ കുളത്തിലെ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു അവൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.